ടോം ഹോളണ്ട് സ്പൈഡർമാൻ ആയിട്ടുള്ള ആദ്യത്തെ 2 സ്പൈഡർമാൻ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഒരു പ്രായം കാരണമുള്ള ഇമോഷണൽ മെച്യൂരിറ്റിക്ക് സമാനമായിട്ടുള്ള ഒരു സ്പേസിലാണ് ആ സിനിമകളുള്ളത്. നമ്മൾ പറയുന്ന പോപ്കോൺ എന്റർടൈനർ ലെവലിൽ വർക്കാകുന്ന സിനിമകളായിരുന്നു അവ. ഇമോഷണൽ ഹൈ പോയിന്റുകളും വിഷ്വലി ഗംഭീരമായിട്ടുള്ള എലമെന്റുകളും കൃത്യമായ ലെവലിൽ വന്ന ഒരു സ്പൈഡർമാൻ സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സിനിമയാണ് ഏറ്റവും അവസാനം വന്ന സ്പൈഡർമാൻ നോ വേ ഹോം. ഫാൻ സർവീസിന് മുകളിലേക്ക് സിനിമയെ കൊണ്ടുപോകാൻ സാധിച്ച ആ ഒരു പടത്തിൽ പഴയ സ്പൈഡർമാൻമാരെ കഥയ്ക്ക് ഒരു ഇമോഷണൽ ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടി ഫലപ്രദമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. സമാനമായ ഒരു സ്പേസിലേക്ക് കഥ കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഏറ്റവും പുതിയ സ്പൈഡർമാൻ സിനിമയായിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഡേക്ക് ഉണ്ട്. കഥാപാത്രം അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ഇമോഷണൽ സൈഡിലും സൂപ്പർ പവർ എന്റർടൈൻമെന്റ് സൈഡിലും ഹൈ കൊടുക്കുന്ന ഒരു മോഡൽ. പക്ഷേ എവിടെയൊക്കെയോ പ്ലോട്ടിന് ചില റിസ്ട്രിക്ഷനുകൾ ഉള്ളതുപോലെ തോന്നി. പീറ്റർ പാർക്കറിനെ പുള്ളിയുടെ പുതിയ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ നോക്കുക എന്നതിനേക്കാൾ MCUവിലേക്ക് പുതിയ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് ബ്രാൻഡ് ന്യൂ ഡേ എവിടെയൊക്കെയോ മാറുന്നതുപോലെ തോന്നി. ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ സിനിമയുടെ അവസാനം സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഫലമായിട്ട് പീറ്റർ പാർക്കർ ഇന്ന് ജീവിക്കുന്നത് വളരെ ഒറ്റപ്പെട്ടിട്ടാണ്. ആർക്കും അയാളെ വ്യക്തി എന്ന നിലയിൽ അറിയില്ല. വളരെ സൗഹൃദപരമായിട്ട് പോലീസിനോട് നിന്നുകൊണ്ട് കള്ളന്മാരെ പിടിച്ചു കൊടുക്കുന്ന ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആയിട്ട് പുള്ളി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ കള്ളന്മാരെ പിടിക്കുന്നതിന്റെ ഇടയിൽ ബാറ്റിൽ ഓഫ് ന്യൂയോർക്ക് കഴിഞ്ഞ് ഷീൽഡിന്റെ അണ്ടറിൽ ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോളിന്റെ ബിൽഡിംഗ് പൊളിക്കാൻ നോക്കുന്ന ഒരു ശക്തിയോട് സ്പൈഡർമാൻ ഏറ്റുമുട്ടുന്നു. ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരം ഒരു വില്ലൻ ആയതുകൊണ്ട് കാര്യങ്ങൾ പീറ്ററിന് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആകുന്നു. ആരാണ് അതിന് പുറകിൽ, എന്തിനാണ് അവർ DODCയെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നതൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ കോമിക് ബുക്ക് ഒരുപാട് വായിച്ച എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തിയല്ല. MCUവിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും സീരീസുകളും പിന്നെ പഴയ എക്സ്മെൻ സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നതാണ് എനിക്ക് കോമിക്സുമായിട്ടുള്ള പരിചയം. കോമിക് ബുക്ക് ഓതന്റിസിറ്റി ഒക്കെ നോക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കുള്ള റിവ്യൂ ആകില്ല ഇത്. ടോം ഹോളണ്ട് സ്പൈഡർമാൻ ആയിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസ് നോക്കുകയാണെങ്കിൽ അതിന് മറ്റ് സ്പൈഡർമാൻ ഫ്രാഞ്ചൈസുകളെ പോലെ ഒറിജിൻ സ്റ്റോറി കൊടുത്തുകൊണ്ടല്ല കാര്യങ്ങൾ ആരംഭിച്ചത്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിൽ അയൺമാന്റെ പ്രോഡിജി ആയിട്ടാണ് ഈ കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് തന്നെ. കഴിഞ്ഞ പടത്തിൽ എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് സ്പൈഡർമാൻ പോയതുകൊണ്ട് കാര്യങ്ങളൊന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒറിജിൻ സ്റ്റോറികളിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഹീറോയ്ക്ക് സൂപ്പർ പവർ എങ്ങനെ കിട്ടി എന്നൊരു സീനിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ഈ ഒരു പുതിയ സിനിമയിൽ കാണിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ MCUവിലുള്ള പല ഐക്കോണിക് ആയിട്ടുള്ള മൊമെന്റുകളെയും അതേ കഥാപാത്രങ്ങളെയോ വേറെ കഥാപാത്രങ്ങളെയോ ഉപയോഗിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഡീപ് സ്ലീപ്പിന് ശേഷം ആദ്യമായിട്ട് എഴുന്നേറ്റ സീന്, ലോക്കിയുടെ ആർമിയെ ഹൾക്ക് ന്യൂയോർക്കിലെ ബിൽഡിങ്ങുകളിൽ ഇടിച്ച് പരത്തിയ സീൻ, പിന്നെ ഹൾക്കിന്റെ തണ്ടർ ക്ലാപ്പ്, ഇതെല്ലാം ഇവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ 26 വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന MCUവിന്റെ ആരാധകർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എലമെന്റുകൾ പടത്തിലുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത് സ്പൈഡർമാൻ സിനിമയാണ്. ഈ വർഷം മറ്റ് സിനിമകൾക്കൊന്നും സൃഷ്ടിക്കാൻ പറ്റാത്ത തരം പ്രീ റിലീസ് ബുക്കിംഗ് ഈ സിനിമ നേടിയെടുക്കാൻ തന്നെ കാരണം MCU എന്നതിന് പുറമേ ആയിട്ട് ഈ ഒരു കോമിക് ബുക്ക് കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നതാണ്. നായകനും വില്ലനും തമ്മിൽ ചില ഇമോഷണൽ പാരലലുകൾ കാണിക്കുന്ന ഒരു ഭാഗം അവസാനത്തേക്ക് സിനിമയിൽ വരുന്നുണ്ട്. സ്പൈഡർമാൻ എന്ന് പറയുന്ന ഐഡിയ ഒരു ഇമോഷണൽ ലെവലിൽ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. തിരക്കഥയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ട ബാധ്യത സ്റ്റുഡിയോ കൊടുത്തതുപോലെയുണ്ട്. അതിലേറ്റവും പ്രകടമായിട്ടുള്ളത് ഹൾക്കിനെ ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ്. വലിയ സ്ക്രീനിൽ ഹൾക്കിന്റെ കണ്ണ് മാത്രം വരുന്ന ഒരു മൊമെന്റൊക്കെ ഗംഭീരമാണെങ്കിലും പടം മൊത്തം കഴിയുമ്പോൾ ആ കഥാപാത്രം അത്ര അത്യാവശ്യമുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ക്യാരക്ടറിന്റെ ഒരു ടോൺ മാറിയിട്ടുണ്ടെങ്കിലും പണിഷറിന് കഥയിൽ സാമാന്യം പ്രാധാന്യമുള്ള ഒരു സ്പേസ് ഉണ്ട്. അനാവശ്യമായ ഹൈപ്പ് കാരണം നിരാശ തോന്നിയ ഒരു ഇൻക്ലൂഷൻ ദ ഹാൻഡ് എന്ന ഗ്രൂപ്പായിരുന്നു. സംഭവം അവർ വരുന്ന ഫൈറ്റിന്റെ ഒരു സെക്കൻഡ് ഹാഫ് വിഷ്വലി ഗംഭീരമാണെങ്കിലും നേരത്തെ ഹൾക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ പടം കഴിയുമ്പോൾ അവരെ ഒട്ടും ഓർക്കാൻ സാധ്യതയില്ല. ഇതിനു മുന്നേ MCUവിലെ ഷാങ്ചി എന്ന പടം സംവിധാനം ചെയ്ത ഡസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൻ ഏതാണ്ട് ആ പടത്തിന്റെ ഒരു സിമിലർ ട്രീറ്റ്മെന്റ് ആണ് ഇതിനും കൊടുക്കുന്നത്. നമുക്ക് ഈ സിനിമയിൽ വർക്കാകുന്ന സംഗതികൾ ഭൂരിഭാഗവും ഹ്യൂമർ സ്പേസിലുള്ളതാണ്. ഈ പടത്തിന്റെ സാമാന്യം വൈബ്രന്റ് ആയിട്ടുള്ള കളർ പാലറ്റിൽ മുരടനായിട്ടുള്ള പണിഷർ വരെ ലേശം പൂക്കി വൈബാണ് തരുന്നത്. സ്പൈഡർമാൻ പറക്കുന്ന വിഷ്വലുകൾ സാം റെയ്മിയുടെ സ്പൈഡർമാന് സമാനമായ രീതിയിൽ കഥാപാത്രത്തെ പുറകിൽ നിന്ന് ട്രാക്ക് ചെയ്തുകൊണ്ട് എടുത്തത് കുറച്ച് നൊസ്റ്റാൾജിയ തന്നു. ഞാൻ ഈ സിനിമ കണ്ടത് എപ്പിക് ഫോർമാറ്റിലാണ്. അതിൽ ആ വിഷ്വലുകൾ കൂടുതൽ ഗംഭീരമായിരുന്നു. വിഷ്വൽ എഫക്ട്സിന് ഒരുവിധം എല്ലാ സ്ഥലത്തും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് ഡെമോളിഷൻ കാണിക്കുന്ന തരം സീനുകളിലാണ് അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ സ്പൈഡർമാൻ കഥാപാത്രത്തിന്റെ ഏറ്റവും വൾണറബിൾ സ്റ്റേറ്റ് കാണിക്കുന്ന സിനിമ ഇതാണ് എന്ന് പറയാം. ആ ഒരു അവസ്ഥ ഫലപ്രദമായ രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ ടോം ഹോളണ്ടിന് സാധിക്കുന്നുണ്ട്. ഭൂരിഭാഗം സമയത്തും മാസ്കിനുള്ളിലാണ് മുഖമെങ്കിലും എപ്പോഴൊക്കെ മാസ്ക് ഊരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ക്യാരക്ടർ ഫീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തരാൻ ടോമിന് സാധിക്കുന്നുണ്ട്. സെൻഡയ MJ എന്ന കഥാപാത്രമായിട്ട് വീണ്ടും വരുന്നുണ്ട്. നോ വേ ഹോമിലെ പോലെ ഇവിടെയും ഫണ്ണായിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഭാഗങ്ങൾ പെർഫോം ചെയ്യാൻ പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്. ജേക്കബ് ബറ്റാലൻ നെഡ് എന്ന ഫ്രണ്ട് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഡെയർഡെവിൾ സീരീസിൽ പണിഷറായിട്ട് വന്ന ജോൺ ബെന്താൾ ഇവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ഗ്രേ ഷെയ്ഡ് പോയി കുറച്ചുകൂടി ഒരു ഡെഡ് പൂൾ വൈബിലേക്ക് പോകുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ആശാൻ ശിഷ്യൻ പരിപാടി ഇവരുടെ രണ്ടുപേരുടെയും
ഇടയിൽ സിനിമ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ പടത്തിലൂടെ MCUവിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് സാഡി സിംഗ് ആണ്. ആ ക്യാരക്ടറിന്റെ ട്രോമയാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയുടെ പ്ലോട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മൈൻഡ് കൺട്രോളിംഗ് ലെവലിലുള്ള സൂപ്പർ പവറുകളെ പുള്ളിക്കാരി എഫക്റ്റീവായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാർക്ക് റഫോലോയ്ക്ക് മോഷൻ ക്യാപ്ചർ അഭിനയമാണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. നൊസ്റ്റാൾജിയയും ഹ്യൂമറും ഇമോഷണൽ ആർക്കുകളും ഒക്കെയുള്ള വളരെ സംഭവബഹുലമായിട്ടുള്ള സ്പൈഡർമാൻ നോ വേ ഹോം ഉണ്ടാക്കിയ ഒരു ഓളത്തിന് മുകളിൽ പോവുക എന്ന് പറയുന്നത് സാമാന്യം വലിയ ചാലഞ്ച് തന്നെയാണ്. 2.5 മണിക്കൂറിനടുത്ത് വരുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒരു ഘട്ടത്തിലും നമ്മളെ മുഷിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ളതും വിഷ്വൽ ആയിട്ടുള്ളതുമായ ഹൈ പോയിന്റുകൾ ഉണ്ടാക്കുന്നതിന്റെ ഫ്രീക്വൻസി ഈ സിനിമയിൽ താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ രസകരമായിട്ട് കണ്ടിരിക്കാമെങ്കിലും സിനിമ കഴിയുമ്പോഴുള്ള ടേക്ക് അവേ മൊമെന്റുകളുടെ കാര്യത്തിൽ ഈ പടം സ്വല്പം പുറകിലാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്